പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2024 നമ്മെ വിട്ടുപോയി 2025 കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് ആധാരമായിട്ട് 2 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, സാത്താൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അവിശ്വാസവും മടുപ്പും ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം ശ്രദ്ധിപ്പാനിടയായി. പലപ്പോഴും നമ്മൾ വീഡിയോകളും മറ്റ് ആത്മീയ ഗാനങ്ങളും ഒക്കെ അയക്കാറുള്ളവരാണ്. ഇന്നൊരു കർത്തദാസൻ ഒരു ചെറിയൊരു ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചൊരു പാട്ടിൻ്റെ ഈരടികൾ ഒരു ഗ്രൂപ്പിൽ അയച്ചു. ഞാൻ അതിൻ്റേതായ ആ വീഡിയോ കണ്ടപ്പോൾ വീഡിയോ വളരെ മോശകരമാണ്. എന്നാൽ തന്നെയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വീഡിയോ താൻ ശ്രദ്ധിക്കാതെയാണ് പാട്ടിട്ടതെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കുവാൻ ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ ഈ വിധമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കൊണ്ട് നമ്മെ തത്രപ്പാടിലൂടെ പിശാച് നമ്മെ ഈ ദിവസങ്ങളിൽ തളർത്തിക്കളയുവാൻ ഇടവരും. നമ്മുടെ വിശ്വാസത്തെ ക്രോഡീകരിച്ചുകൊണ്ട്, നമ്മുടെ വിശ്വാസത്തെ തളർത്തിക്കൊണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ വിധത്തിൽ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയേണ്ടവരായി നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ബോധിപ്പിക്കുകയാണ് ഈ പ്രഭാതത്തിൽ. ഇസ്രായേൽ ജനത്തിൻ്റെ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ അവർ മടുപ്പും അവിശ്വാസവും നിമിത്തം വീണു പോകുവാനിടയായി. സാത്താൻ്റെ തന്ത്രങ്ങൾ അവരുടെ മേൽ ഇവയായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും ഈ വിധ അവിശ്വാസികളായി തീർന്നിട്ടുണ്ട്. ഏലിയാവ് മാനുഷികമായി മടുപ്പ് വന്നിട്ട് മതി യഹോവേ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. പ്രിയ സ്നേഹിതരെ, നാമും സാധാരണ മനുഷ്യരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് അന്ത്യകാല സമയമെന്ന് മനസ്സിലാക്കി സമയം തക്കത്ത് വിനിയോഗിച്ച് സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അനുനിമിഷവും വളരെ ശ്രദ്ധയോടെ ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദിവസങ്ങൾ അതിനായിട്ട് ഓരോരുത്തരെയും ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.